അങ്ങോട്ടേക്ക് ഇറങ്ങും തോറും പിന്നെ തിരക്കുകള് കൂടി കൂടി. അപ്പൊ ഗൈസ് ഞങ്ങളിതാ ഇങ്ങോട്ടേക്ക് ഇറങ്ങാണ്. നല്ല സീനറി ആട്ടോ ഇങ്ങനെ തേയിലത്തോട്ടം കാണാം അല്ലേ. കഷ്ണം 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 ആക്കി വെച്ചേക്കാം. അപ്പനും മക്കളും കൂടി ഇതേ അങ്ങോട്ട് തേയിലത്തോട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട് ഗൈസ്. എന്താലേ ഗൈസ്, അടിപൊളിയില്ലേ ഇച്ചു? തേയില നമ്മൾ ചോദിച്ചാലോ? ടിവിയിലൊക്കെ കണ്ടിട്ട് ഇതൊക്കെയാണല്ലോ എല്ലാ ദിവസം ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ആലോചിക്കാറുണ്ടല്ലോ. ആദ്യമൊക്കെ പോവാറായപ്പോഴേക്കും ഫുള്ളോൺ വൈബ്. തണുപ്പുണ്ട്, പ്രശ്നങ്ങളില്ലല്ലോ, ചൂട് വരുന്നില്ലല്ലോ. അപ്പൊ അവന് വാശിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അടിച്ചു കൂറ്റമ്പി, നീ ആരാണ്? ഐൻസ്റ്റീനോ? ആപ്പിൾ പിച്ചിനൊക്കെ ഉണ്ടല്ലോ. ആപ്പിൾ ആദ്യം എടുത്ത് എറിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി വന്നു കഴിച്ചു. കടയണ്ടാട്ടാ വരുന്നേ. എന്നാ പൊന്നാൻ അപ്പോൾ ഗൈസ് നമ്മളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാട്ടാ. അതെ, അതെ, ഓറഞ്ച് കളർ എത്രയാടാ കാറ്റ്? 20 കേട്ടെ. വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ 2 കിലോ വേണ്ട, 2 കിലോ ഫ്രഷ് ആയിട്ട്. ബീറ്റ്റൂട്ട് തരാം, ബീറ്റ്റൂട്ട് വിത്ത് ലീഫ് തരാം. പിന്നെ മാംഗോ ഉണ്ട്, സ്വീറ്റ് കോൺ ഉണ്ട്.
അവൻ കഴിക്കും ക്യാരറ്റ് കഴിക്കും. അഡിഷൻ കഴുകിയിട്ട് കാറ്റഗറി നേടാം. പച്ചക്കറി മേടിക്കട്ടെ. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബീൻസ്, മാംഗോ. അടിച്ചിന് ക്യാരറ്റ് തോട്ടത്തിലെ ഗൈസ്. അപ്പോൾ നമ്മുടെ ആദിക്ക് 2 ക്യാരറ്റ് നമ്മുടെ ഗഡി തന്നിട്ടുണ്ട്. അടിച്ചിന് 2 ക്യാരറ്റ് തന്നിട്ടുണ്ട്. കുഞ്ഞു ക്യാരറ്റ് 2 ആദിസിന് 2 തന്നിട്ടുണ്ട് എക്സ്ട്രാ. കഴുകിയിട്ട് കൊടുത്തോളാം പറഞ്ഞിട്ടുണ്ട് നല്ല വെള്ളത്തിൽ. കറുകറുന്നുണ്ടല്ലേ? ഫ്രഷ് ഭയങ്കര ഓറഞ്ചില്ലേ മൂട്ടുമോയിലായി. അതി കഴിച്ചു നോക്കി പൊന്നോ. അതി കഴിച്ചോക്കി കടിച്ചോക്കിയേ. ഈ ചെടി നമ്മൾ കുഴിച്ചിട്ടുണ്ടാവോ? ഇതാണ് പച്ചക്കറി കടയിൽ ഇരിക്കുന്ന കട ലീഫ്. ഇത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. വെച്ചോ പാപ്പ വെച്ചോ. പാപ്പ കഴിച്ചോ. അങ്ങടെ പോണ നീ അറക്കണ്ട. പാപ്പ കഴിച്ചു. ബിരിയാണി വെച്ചിട്ട് പോകാൻ വിചാരിച്ചു. ചെറിയ പസിക്കുന്നു. പ്ലേറ്റില്ലേ? ആ പ്ലേറ്റിലാണ് ഉള്ളിലേക്ക് അവിടേക്ക് കൊടുക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ബിരിയാണി കഴിക്കാൻ വന്നിട്ടുണ്ട്. കേരള ട്രഡീഷണൽ ബിരിയാണിയാണ്. നിങ്ങളെ ഇവിടെ വീട് അടിമാലി. ആ ബിരിയാണി. അപ്പോൾ എന്ന് പെടുത്തോ 3 വേണ്ടേ? 3 അതെ. ബിരിയാണി പാപ്പ. ആ കൊടുത്തോ. ഇത് പൊന്നിനോടുത്തോ. ഇത് എനിക്ക് ഇതിൽ ഒരെണ്ണത്തിൽ ചാറ് കുറച്ച് വെച്ചാൽ കേട്ടോ. പിന്നെ കൊടുക്കണം ഉണ്ണിക്ക്. ഭക്ഷണം മാത്രം ഒന്ന് ഇട്ടിട്ട് ചാറൊന്ന് കുറച്ച് ഇട്ടാ. പാപ്പ തിന്നാ. ഓ നോ നോ എന്നുണ്ട്. കട്ടപ്പനായിട്ട് തന്നുണ്ട് കഷ്ണം. ഹാഫ് വേണമെങ്കിൽ പിന്നെ മേടിക്കണ 140. ഹാഫ് അവൻ്റെ പ്ലേറ്റ് എടുത്തപ്പോ ചിന്തിന്റെ ബിരിയാണി കഴിച്ചില്ലെങ്കിലോ ചിക്കനല്ലേ കൊടുക്കണ്ടേ? അത് കാട്ടീ കൊടുക്കണ്ടേ? അതിന് മേടിക്കണം. വെച്ചോട്ടെ. എല്ലി ഇവിടെ വെച്ച് കൊടുക്കട്ടോ. ഇന്നലെ ചിക്കൻ നമുക്ക് കഴിക്കാം. ഞങ്ങൾ കഴിക്കാൻ കൊണ്ടുപോകാം. മറ്റേ പൊന്ന് കഴിക്കട്ടെ ഒന്ന്. അത് അങ്ങോട്ട് പോവാം. വെച്ച് കൊടുക്കാം. കഴിച്ചു നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന്. ഇത് ആദിക്ക് കൊണ്ടോടാ. ആദ്യം അവിടെ കിടന്നിട്ട് അടിമാലി. കഴിച്ചാ അപ്പം കഴിച്ചാ. നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന്. ഇത് ആദിക്ക് കൊണ്ടോടാ. ആദ്യം അവിടെ കിടന്നിട്ട് അടിമാലി. കഴിച്ചാ അപ്പം കഴിച്ചാ. വാടാ
നമ്മള് മൂന്നാറിൽ വെച്ച് കണ്ടു കഴിഞ്ഞു. Yo guys. ഹായ് പറഞ്ഞേ. യൂട്യൂബ് ചാനലില്ലേ ഞാൻ കാണാറുണ്ട് അവള് പറഞ്ഞു. എന്താ പേര്? അമ്ന ഫാത്തിമയ്ക്കും ഫാമിലിക്കും ഹായ്. ഫാൻസ് വരുന്നുണ്ട്. അവള് തിരിച്ച് ഓടി വന്നിട്ട് വന്നു ഞാൻ കാണാറുണ്ട് നിങ്ങളെ എന്ന് പറഞ്ഞു. അപ്പൊ കഴിച്ച് ഇവിടെയാണ് ടൂറിസ്റ്റുകള് നിർത്തി നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തൊക്കെ റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിൽക്കണം. ഇവിടെ നമ്മൾ ഓൾവേസ് എല്ലാ സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിലുണ്ട് പോലെ തൊപ്പി, കണ്ണടകൾ, ടോയ്സുകൾ, സ്ലൈഡുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഫ്രീക്കാവാൻ വേണ്ട സാധനങ്ങൾ. പിന്നെ ഇതാ ഈ വണ്ടിയുടെ പുറകില് ടിബറ്റിയൻ ഫ്ലാഗിന്റെ ചെറിയ വെർഷൻ. ടിബറ്റിൽ പോയാലാണ് സാധാരണ എല്ലാവർക്കും കിട്ടുക. അല്ല എല്ലാണ്ട് കിട്ടും, പക്ഷെ ഇത് ബൈക്കിലിടുന്ന. ടിബറ്റിൽ പോയി അത് ഇടുന്നതാണ്. അതാണ് അതിന്റെ ഇത് അവിടെ പ്രിന്റ് ചെയ്യുന്നത്, അവിടെ കൈകൊണ്ട് ഹാൻഡ് മെയ്ഡ് സാധനം. ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. കോൺവേഴ്സ് പൊളി. എന്റെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഇഷ്ടായി. നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് അടിപൊളി. ഹാരി പോട്ടർ. ചില ആളുകളുണ്ട് ഈ ടൂറൊക്കെ കഴിഞ്ഞ് പോകുമ്പോ അവിടുത്തെ ഓരോ ഓർമ്മയ്ക്ക് ചില ആളുകൾ എന്തെങ്കിലും ഒരു ഐറ്റം അത് ഓരോ സാധനങ്ങൾ കാണുമ്പോ നമ്മള് അത് ഇന്ന സ്ഥലത്ത് പോയത് അപ്പൊ മേടിച്ചാണെന്ന് പറയും. അപ്പൊ ഇവിടേക്ക് ഫുഡ് ഐറ്റംസ് ഏരിയ അങ്ങനെ അവിടെ ഫുൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ടൈമില്ല, നമ്മളെന്തായാലും ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഴിയാ കേരള അടിപൊളിയായിരിക്കും. ഞാൻ അങ്ങനെ എവിടെയും പിന്നെ ഇവിടുത്തെ ചോക്ലേറ്റ്സ്, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ചോക്ലേറ്റ് ചടൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ. ബട്ടർ സ്കോച്ച്. ചോക്ലേറ്റ് റൈസ്. ഇതും 70. എല്ലാം മിക്സ് ചെയ്ത് അല്ലേ? എല്ലാത്തിനും നമുക്ക് സാമ്പിൾ ചെയ്യാനാണല്ലേ? മിക്സ് ചെയ്തതാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നത് ഇങ്ങോട്ട് വരിക മറ്റേ സ്ഥലത്തൊന്നും സ്ട്രോബെറി വൈൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് ഞാൻ എടുത്തോണ്ടരാം. പിന്നെ നമ്മുടെ നാട്ടിൽ ക്രിസ്മസിന് ഉണ്ടാക്കിയത് പേരെന്താ? തോമസ് ചേട്ടന്. നമ്മുടെ തോമസ് ചേട്ടനാണ് നമുക്ക് സാധനം ചോക്ലേറ്റ്സിന്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ഗൈസ്. ഇതില് ഉള്ളിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡാർക്കാണ്. ഉണ്ണിക്ക് അത് ഇഷ്ടം, പക്ഷെ എനിക്ക് ബിറ്റർ ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലത്. ഓക്കെ ഗൈസ്. അത് ഇത് കവറാ. അത് ഇത് മറ്റേ അടക്കയുടെ ഇതില്ലേ മരം കവുങ്ങിന്റെ പട്ട. അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് സോപ്പും വെട്ടി അതിന്റെ ഉള്ളിൽ സോപ്പ് കാൻഡല്. എന്താണ് രാമച്ചം. കൂടുതല് ആളുകൾ വണ്ടി നിർത്തി സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യണം. നമ്മൾ പിന്നെ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ നിർത്തോണ്ട് അങ്ങോട്ട് പോയി. വൈൻ തന്നെ, വൈൻ സാമ്പിൾ വൈൻ സാമ്പിൾ കൊടുക്കാൻ.
നമ്മൾ ഉണ്ടാക്കിയതാണോ ഇവരുടെയാണോ നല്ലതെന്ന് നമുക്ക് പറയും. ഞങ്ങൾ ക്രിസ്മസിന് ഇട്ടായിരുന്നു. അതെങ്ങനെ പോയാലും ഇവരുടെ തന്നെയാണോ? കാരണം നാട് തൃശ്ശൂരാ, പക്ഷെ നമുക്ക് വേണ്ടട്ടാ. അപ്പൊ വൈൻ ഗ്ലാസ് ഉണ്ട് ഗൈസ്. ഗൈസ് കളറ് കണ്ട ഗൈസ്, പെർഫെക്റ്റ് റെഡ്. നമ്മളുണ്ടാകുമ്പോ ഒരു പിങ്കിഷ് കളറാ, ഇത് കറക്റ്റ് റെഡ് വൈൻ ഗൈസ്. ഇതാണ് കറക്റ്റ് റെഡ് വൈൻ ടേസ്റ്റ്. ശരിക്കുള്ള നമ്മുടെ മമ്മിക്കും പപ്പയ്ക്കും ഉണ്ണിക്കും കൊടുക്കണ കാരണം കുറച്ചധികം സ്വീറ്റ്നെസ് കൂടും. ഇതിൽ ആൽക്കഹോള് റമ്മ് നാച്ചുറലായിട്ട് ഉണ്ടാവണ ആൽക്കഹോളാ. ചിലര് റമ്മ് ചേർത്ത് വീര്യം കൂടാൻ വേണ്ടി നമ്മൾ ചേർത്തിരുന്നില്ലേ വീട്ടിലെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. അപ്പൊ അപ്പൂസ് അപ്പടയിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഓടി വരും. ഇവിടെ മൂന്നാർ ഹിൽസിലെ ടീസ്, റിപ്പിൾ ടീ കമ്പനിയിലെ മസാല, അത് ശരി, മൂന്നാർ കോഫി, എല്ലാ വെറൈറ്റീസും സംഭവങ്ങളുണ്ട് കേട്ടോ. അതിലൊക്കെ എന്തായിരിക്കണേ ഈ കുപ്പിയിൽ? അതന്നെയല്ല അത് ആ ഓ അങ്ങനത്തെ. ഓ ഇവിടുത്തെ മെയിൻ സാധനം നമ്മൾ വട്ടവടയിൽ കണ്ടത് യൂക്കാലിയുടെ തൈലം, പിന്നെ പെയിനൊക്കെ വരുന്ന അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ഇവിടെ ചോക്ലേറ്റ്സ്, ഇവിടുത്തെ അതൊക്കെയാണ് വൈനും സംഭവങ്ങളൊക്കെയാണ് ഗൈസ്. ഇത് ജാതി വെറൈറ്റി ആയിട്ട് നല്ല ക്രൗഡാട്ടാ. നമ്മൾക്ക് വട്ടവടയിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു ഗൈസ്. അപ്പൊ നമ്മളിതാ ഇത് കണ്ടാ ഇന്നൊരൈറ്റ് എടുക്കാന്ന് വെച്ചിരിക്കാണ്. പറ 200 150 ഒക്കെ പറയണത്. എത്ര രൂപയ്ക്ക് ഇത് തരും? ഇതാണ് ആള്. ഇത് 150 തരാന്നാ പറഞ്ഞിരിക്കണേ. ഇതിന് നല്ല സൗണ്ട് അല്ലേ? ഇത് ബുദ്ധി ഉണ്ട് ഗൈസ്. ശരിക്കും ഇതല്ലേ നല്ല കേടാവാതെ പാക്ക് ചെയ്യണേ. ദേ നമുക്ക് പാക്ക്, എന്താ പേര്? സിനു. അപ്പൊ സിനു നമുക്ക് ദേ നമ്മുടെ ഐറ്റം ഇനി മുതൽ വീഡിയോയിൽ ഫ്രണ്ടിൽ തൂക്കിയിട്ടുള്ള സാധനമാണ് ഗൈസ്. സിനു നമുക്ക് വേണ്ടി വില പേശാൻ പോവുകയാണ് ഗൈസ്. ബാക്കി എല്ലാവരും ഡിസ്കൗണ്ട് ചെയ്ത് തന്നു, താൻ മാത്രം ചെയ്ത് തരുന്നില്ലല്ലോ. നല്ല ബ്ലോക്കാ ഗൈസ്. മൂന്നാറെത്താറായി ഗൈസ്. അതിന്റെ ബ്ലോക്കും തിരക്കാണ് ഗൈസ്. എന്താ ഡാം കണ്ടോ ഗൈസ്.
നമ്മളിവിടെ നല്ലൊരു സീനറി കണ്ടപ്പോൾ ഇറങ്ങിയിട്ട് കേട്ടോ നമ്മളിവിടെ കണ്ട കട്ടപ്പന എൻ്റെ സ്ഥലം കിട്ടുന്ന സ്ഥലമുണ്ട് അടിപൊളി. എൻ്റെ മുകളിലേക്കും ഇത് തന്നെയാട്ടാ. അടിപൊളി സ്ഥലം. ഇപ്പോ സ്ഥലം കിട്ടില്ലല്ലേ? ഇതൊക്കെ വ്യൂ അതെ ഇതിൽ കാണുമ്പോ കാണാൻ തോന്നണല്ലേ, വരാൻ തോന്നണല്ലേ. മറ്റേ ഇന്റർനെറ്റ് വേഴ്സസ് റിയാലിറ്റി അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഫേക്കിങ് സംഭവമൊന്നും ഇല്ല. ഇത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല തണുപ്പ്, നല്ല കാറ്റ്, അടിപൊളി. സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കാണുന്നയാളും കൂടുതൽ നൈസ് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ്. അതെ കിട്ടില്ല സ്ഥലം. അവിടെയൊക്കെ കോണ ഇറങ്ങിയിട്ടുണ്ടോ? കോണ പൊന്നു ആദ്യം ഇറങ്ങി. അപ്പൊ അതിനെ ഫീഡ് ചെയ്തോണ്ടിരിക്കുക അതിൻ്റെ ഉള്ളില, അല്ലെങ്കിൽ പൊന്നു അവിടെ എക്സ്പ്ലോർ ചെയ്ത് തന്നെ ഇടുക്കി ഡാമും 52 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് എണീക്കാണ് ഗൈസ്. നൈസ് സ്ഥലമുണ്ട്, ഇവിടെ ചായ കുടിക്കണം. പക്ഷെ പൊന്നിനാണ് ചായ ഇഷ്ടം. അതെ ഉറങ്ങി. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ശരിക്കാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കട്ടപ്പന ഞങ്ങൾ കാണുമ്പോൾ തന്നെ ഇഷ്ടമല്ലേ ഗൈസ് സ്ഥലം? വരാമോ? അടിപൊളി.
ഗൈസ് നൈസ് മഴ. ഇതേ സ്ഥലം മുന്നോ അടിമാലി അടിവാരത്ത് നല്ല മഴ. ഗൈസ് അങ്ങനെ ഒരു ഈവനിങ് സമയമാണ്. ചെറുതായി മഴയൊക്കെ ചാറുന്നുണ്ട്, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് കയറി. വേണ്ട നൈസ് ചായ. ആദീസിന് പാലൊന്നും വേണ്ട, ചായ മതി. അപ്പൂസ് കാപ്പി പറഞ്ഞു. ഇവിടെ നിന്ന് ബജ്ജി കഴിച്ചു. ഒരു കായ ബജ്ജി, 2 കായ ബജ്ജി കഴിച്ചു. ഇച്ചിരി ബോണ്ട കഴിച്ചു. കോഫി കുടിക്കാണ് ഗൈസ്. കോഫി 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 കോഫി. സ്ഥലം കുന്നിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അടാ ഇവിടെ ഒരാൾ കാണിക്കുന്നൊക്കെയാ കുറുമ്പ്. യെസ്, കുറുമ്പ് മാത്രം. ചിമ്പു ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതാ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ചിമ്പു പുറത്തിറങ്ങിയിട്ട് വിശ്രമിക്കാണ്. ചിമ്പു കുന്നിക്കോട്. ഇനിയൊരു 70-75 കിലോമീറ്റർ കൂടി ഉണ്ട് ഗൈസ് വീട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ വീടെത്തും. അതോടുകൂടി നമ്മുടെ മൂന്നാർ വ്ളോഗ് കഴിഞ്ഞു. നമ്മളപ്പോ അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തി. ചൂട്, ഹ്യൂമിഡിറ്റി, ക്ലീൻ ചെയ്തു. യാത്ര സുഖമായിരുന്നു, അടിപൊളിയായിരുന്നു. തിരിച്ചു പോന്നപ്പോ മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ അവിടെ ഉള്ളപ്പോ മഴ പെയ്തൊക്കെ ജാതി വൈബായിരുന്നു ഞങ്ങൾ ആലോചിച്ചു. അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മുടെ ബ്ലോഗുകൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വട്ടവടയിൽ പോകണം. ഇന്ന് നമ്മുടെ തിരിച്ചുള്ള ഈ ഒരു ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതുവരേക്കും താടിയും പൊട്ടും ന്യൂ വീഡിയോ.